പ്രമുഖ രാഷ്ട്രീയ നേതാവായ മുടിയരസൻ കൊലപാതകത്തിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതിനകം പല കൊല, കൊള്ള, വെടിവെപ്പ് തുടർന്ന് ഒരുപാട് ഭീകര പ്രവർത്തനങ്ങളിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സിന്ധയാണ് ഈ പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകനായ മുടിയരസന്റെ കൊലപാതകത്തിൽ പങ്കുള്ളതായി സംശയിക്കുന്നത്. ഇതിനോടകം പല പ്രമുഖരായ രാഷ്ട്രീയക്കാരെയും ബോംബെയിൽ വച്ച് തീവ്രവാദികളാൽ കടത്തപ്പെട്ടതായി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇതിലും സിന്ധിയുടെ പങ്കുള്ളതായി പോലീസ് അധികാരികൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള പല കേസുകളിലും സിന്ധയ്ക്ക് പങ്കുണ്ടെന്ന് വിവരം ലഭിച്ചു. ആരായി സിന്ധ? ആണോ പെണ്ണോ? കറുപ്പോ വെളുപ്പോ? ഇന്ത്യനോ വിദേശിയോ? നോബഡി നോസ് എനിത്തിങ്. 52 ക്രിമിനൽ കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇവനെ ആരും കണ്ടിട്ടില്ല. അറ്റ് എനി കോസ്റ്റ് ഹി ഷുഡ് ബി കോട്ട്. അവൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം മേലധികാരികൾക്ക് ജീവന് തന്നെ ഭീഷണിയാണ്. നാളെ പബ്ലിക്ക് നമ്മളെ ഒരു വിലയില്ലാതെ കാണുള്ളൂ. മിസ്റ്റർ നിത്യാനന്ദം. യെസ് സർ. സിന്ധയെ പിടിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. ഐ ഹോപ്പ് യു ക്യാച്ച് ഹിം. ഐ വിൽ. സാർ, എന്നെ വിശ്വസിച്ച് ഈ കേസ് ഏൽപ്പിച്ചതിന് ഒരുപാട് നന്ദി. പക്ഷേ ഈ ഇൻവെസ്റ്റിഗേഷൻ തീരുന്നതുവരെ ഒരു വിധത്തിലുള്ള തടസ്സങ്ങളും, രാഷ്ട്രീയ ഇടപെടലുകൾ, മുകളിൽ നിന്നുള്ള പ്രഷർ, ഇതൊന്നുമില്ലാതെ താങ്കൾ നോക്കണം. സിന്ധയെ ഞാൻ നോക്കിക്കൊള്ളാം.
ഞാൻ ഡോക്ടറിനൊന്നും പഠിക്കാതെ. അതെന്തുകൊണ്ടാ? ഇതുപോലെ രാത്രി 12 മണിക്കൊക്കെ എഴുന്നേപ്പിച്ച് തൊണ്ടയിൽ മുള്ളെടുക്ക്, കാലിൽ പ്ലാസ്റ്റർ ഇടുന്നൊക്കെ പറഞ്ഞിട്ട് ശല്യം ചെയ്യും. എന്താ ആന്റി ഇതൊക്കെ ത്യാഗമായിട്ട് കണ്ടിട്ട് എങ്ങനെ ഇങ്ങനെ സേവനമൊക്കെ ചെയ്യുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഷേളി, ഒരു ഡോക്ടർക്ക് അത്യാവശ്യമായിട്ടുള്ളത് നിസ്വാർത്ഥമായി ജനങ്ങളെ സേവിക്കാനുള്ള മനസ്സും സന്നദ്ധതയാണ്. എടി കിളവി, രാത്രിയിൽ എവിടെ കറങ്ങിയിട്ട് വരികടി? ഒരു രോഗിയെ നോക്കാൻ പോയതാ. ആ ഒരു പേഷ്യന്റിനെ നോക്കാൻ പോയതാ. ഡാ, ഈ കിളവി പേഷ്യന്റിനെ കണ്ടിട്ട് വരികയാണെന്ന്. അല്ല, നീ എന്തു മരുന്നാ കൊടുത്തതെന്ന് ഞാനും ഒന്ന് അറിയട്ടെ. മോളെ, ഉടുപ്പൊക്കെ ഓരോന്നായിട്ടങ്ങ് അഴിച്ചേ. അഴിക്കും മോളെ. ആ നിർത്ത്. ഈ തടിയന്മാരൊക്കെ ഉള്ള കാര്യം ഞാൻ മറന്നുപോയി. നീ എനിക്ക്, ഞാൻ നിനക്ക്. കരയാതെ മോളെ, ഞാനല്ലേ അഴിക്കുന്നത് നിർത്താൻ പറഞ്ഞത്. ഇപ്പൊ അതിന് പകരമായിട്ട് ഇടാൻ പറയുന്നു. ഈ മുത്തുമാല. ഇതിന് എന്താ പറയുന്ന മോളെ? അല്ല, 1000 കിലോവാട്ട്സ് ഇലക്ട്രിക് വയർ. ഇതാരെങ്കിലും തൊട്ടാൽ ഭസ്മമായി പോകും. മനസ്സിലായോ? ദാ ഇട്ടോ. നീ എനിക്ക്, ഞാൻ നിനക്ക്. കരയാതെ മോളെ, ഞാൻ അഴിക്കുന്നത് നിർത്താൻ പറഞ്ഞില്ലേ? ഇപ്പൊ അതിന് പകരമായിട്ട് ഇടാൻ പറയുകയാ. മുത്തുമാല. ഇതാരെങ്കിലും തൊട്ടാൽ ഭസ്മമായി പോകും.